അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യപ്രവാചകനെയും വഹിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ആകാശയാത്ര അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സുമ്മ സഅദ ബി ഇല സമാഇ സാലിസതി. പിന്നീട് ജിബ്രീൽ അലൈഹി സ്വലാം എന്നെയും കൊണ്ട് മൂന്നാം ആകാശത്തേക്ക് കയറിപ്പോയി. അവിടെ എന്നെ സ്വീകരിക്കാൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഹാർദവമായി എന്നെ സ്വീകരിച്ചു, കുശലാന്വേഷണങ്ങൾ നടത്തി. യൂസുഫ് നബിയെക്കുറിച്ചുള്ള ആ കാഴ്ച അള്ളാഹുവിൻ്റെ ഹബീബ് പിന്നീട് സ്വഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് വ ഇദൻ ഹുവ ഖദ് ഉഅതിയ ശത്റുൽ ഹുസ്നി. ഞാൻ കണ്ട സമയത്ത് യൂസുഫ് നബിക്ക് ഭൂമിയിലുള്ള സൗന്ദര്യത്തിൻ്റെ പകുതിയും നൽകപ്പെട്ടിട്ടുണ്ട്. അത്രമേൽ സൗന്ദര്യവാനായി, അത്രയും മനോഹരമായ രൂപത്തിലാണ് ഞാൻ യൂസുഫ് നബിയെ കണ്ടത്. നമുക്ക് പഠിച്ചതാണല്ലോ യൂസുഫ് നബി സൗന്ദര്യത്തിൻ്റെ നിറകുടമാണെന്ന്. അതിനുശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകനെയും കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നാലാം ആകാശത്തെത്തിയപ്പോൾ അവിടെ ഇദ്രീസ് നബിയും എല്ലാ ആകാശത്തിലും ഉള്ളതുപോലെ ഹാർദവമായി സ്വീകരിച്ചു. പിന്നീട് ആറാമത്തെ ആകാശത്തെത്തിയപ്പോൾ അഞ്ചാം ആകാശത്ത് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആറാമത്തെ ആകാശത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പ്രവാചകനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. മസ്ജിദുൽ അഖ്സയിൽ വെച്ച് ഖബറിൽ നിസ്കരിക്കുന്നതായി കണ്ട അതേ മൂസ നബി ആറാമത്തെ ആകാശത്തിൽ പ്രവാചകന് സ്വാഗതമോദാൻ കാത്തിരിപ്പുണ്ടായിരുന്നു. ഈ പുണ്യപ്രവാചകന്മാരെ എല്ലാം കണ്ട് മൂസ നബിയെയും കടന്ന് മുന്നോട്ട് ഗമിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസ നബിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നതായി കണ്ടു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കപ്പെട്ടു, മാ യുബ്കീക, എന്താണ് താങ്കളെ കരയിപ്പിച്ച വസ്തു? എന്തിനാ നിങ്ങൾ കരയുന്നത്? സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്താണ്? ഖാല അബ്കി ലിഅന്ന ഗുലാമൻ ബുഇസ ബഅദി യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതിഹി അക്സറു മിമ്മൻ യദ്ഖുലുഹാ മിൻ ഉമ്മതി. എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ കൂടുതലായി എനിക്ക് ശേഷം വന്ന ഒരു കുട്ടി, എനിക്ക് ശേഷം വന്ന എൻ്റെ ഒരു അനുജൻ പ്രവാചകൻ, ആ പ്രവാചകന്റെ ഉമ്മത്ത് സ്വർഗത്തിൽ കടക്കുന്ന ഒരു രംഗം ഓർത്തുകൊണ്ട് എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നതാണ് എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി ഹദീസ് വചനങ്ങൾ സൂചിപ്പിക്കണം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പുണ്യപ്രവാചകന് മറ്റു പ്രവാചകരെക്കാളുള്ള സ്ഥാനം. കാരണം ഓരോ ആകാശത്തും കഴിഞ്ഞുപോയ ഓരോ പ്രവാചകരാണ് പുണ്യ ഹബീബിനെ സ്വാഗതം ചെയ്യാൻ കാത്തു നിൽക്കുന്നത്. എന്തൊരു മനോഹരമായ രൂപത്തിലാണ് പടച്ച തമ്പുരാൻ തൻ്റെ അടിമയെ തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള യാത്ര സംവിധാനിച്ചിരിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം.